ഹായ് ഗഡീസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ ഏറ്റവും കളർഫുള്ളായി വിളമ്പാൻ പറ്റുന്ന ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബെഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബാബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബീട്രൂട്ട്, കുറച്ച് വേപ്പില, പച്ചമുളക്, ഉണക്കമുളക്, ജീരകം, കടുക്, തൈര്, തേങ്ങ ചിരകിയത്. ബീട്രൂട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സൈസിലാണ് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. നമുക്കിനി തേങ്ങ ചിരകിയത് ഉപയോഗിച്ച് 1-ാം പാലും 2-ാം പാലും നമുക്ക് വേർതിരിച്ചെടുക്കാം. അതിന് ഞാനിവിടെ അരമുറി വലിയ തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാലിന് വേണ്ടി 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അടിച്ച ശേഷം ഇതുപോലെ നമുക്ക് 1-ാം പാൽ എടുത്ത് ഈ പീര കൊണ്ട് തന്നെ നമുക്ക് 2-ാം പാലും എടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ 1-ാം പാല്. പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പീരയിലോട്ട് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് 2-ാം പാൽ എടുക്കാം. നമുക്കിനി 2-ാം പാല് പിഴിഞ്ഞെടുക്കാം. രണ്ടാം പാല് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുക്കാം. നമുക്കൊരു ചട്ടിയിലോട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് വേവിക്കാൻ വെക്കാം. ഇതിലോട്ട് 2 പച്ചമുളക് നമുക്ക് കീറിയിടാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പില ഇടാം. ഇതിലോട്ട് നമുക്ക് 2-ാം പാല് ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് വേവിക്കാൻ വെക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി ഒന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, നമുക്കിത് അരച്ചെടുക്കാം. തൈര് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരണം. ബീട്രൂട്ട് വേവാറായിട്ടുണ്ട്. നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ട് ഈ ബീട്രൂട്ട് ഒന്ന് നന്നായി വറ്റിച്ചെടുക്കാം. അരപ്പ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അത് നമുക്ക് ബീട്രൂട്ടിലോട്ട് ആഡ് ചെയ്ത് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ സിമ്മിലിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 1-ാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വിസ്ക് ചെയ്ത് വെച്ച തൈര് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. തൈരിട്ട് തിളപ്പിക്കാൻ പാടില്ല. നമുക്കിനി ഇതിലോട്ട് കടുകും മുളകും കാച്ചി ഒഴിക്കാം. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വേപ്പിലയും. നമുക്കിനി ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി. ഈ വർഷത്തെ ഓണം സദ്യയിലോട്ട് ഒരു ബീട്രൂട്ട് പച്ചടിയും കൂടി ആയിക്കോട്ടെ. സോ വീണ്ടും കാണാം ബെഞ്ച് അഡ്വഞ്ചേഴ്സ്.